നോക്കിയേ, നമ്മൾ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തി 10 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പ്രീവിയസ് ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തി 10 കാര്യങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്: മെനി സീനിയർ മിലിറ്ററി ഓഫീസേഴ്സ് ഡാഷ് എ പാർട്ട് ഇൻ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദി ഗവൺമെന്റ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. മെനി സീനിയർ മിലിറ്ററി ഓഫീസേഴ്സ് ഡാഷ് എ പാർട്ട് ഇൻ ദി റീപ്ലേസ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. ഹാസ് പ്ലേഡ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, വാസ് പ്ലേഡ് ഉണ്ട്, അതുപോലെ ഹാവ് പ്ലേഡ് ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാവ് പ്ലേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ. ഇനി നോക്കിയേ, ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുക. കാരണം മെനി ആണ് ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ്. മെനി നമ്മൾ ഇതിനകത്ത് നിന്ന് തന്നെ ഓരോ റൂളും പറയും. ഒരു ചോദ്യത്തിനകത്ത് കിടക്കുന്ന വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പഠിക്കുക. മെനി കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റും തുടർന്ന് വരുന്ന വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. പഠിച്ചേ, മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. കണ്ടോ? മെനി മിലിറ്ററി ഓഫീസേഴ്സ് പ്ലൂറൽ വെർബ്. ഓക്കെ, പ്ലൂറൽ ഹാവ് പ്ലൂറലാണ്, ബാക്കിയെല്ലാം സിംഗുലർ. രണ്ടാമത്തെ പഠിക്കുക. അതിനോടൊപ്പം തന്നെ പഠിക്കുന്നതാണ് മെനി എ ആണ് കിടക്കുന്നത്. രണ്ടാമത്തെ റൂള് മെനി എ രണ്ടാമത്താണ് പഠിക്കുന്നത്. മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. മെനി എ ആണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഓക്കെ, എന്നാലേ മൂന്നാമത്തെ റൂളാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. എ ഗുഡ് മെനി, അതുപോലെ എ ഗ്രേറ്റ് മെനി. എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറല്, വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ. സബ്ജക്റ്റും വെർബും പ്ലൂറൽ. ഓക്കെ, അപ്പൊ മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്, മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇനി അടുത്ത് നമ്മൾ അതിനകത്ത് വരുന്ന മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നു. അടുത്ത് നമുക്ക് സീനിയർ കിടക്കുന്നുണ്ട്. ആ സീനിയർ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. കുറച്ച് വാക്കുകൾ പഠിക്കുക. 1 മാർക്കാണ്. സീനിയർ. ഒന്നാമത്തെ വാക്ക് ഏതാണ്ട്? സീനിയർ. അടുത്ത വാക്കാണ് ജൂനിയർ. അടുത്ത വാക്ക് ഇൻഫീരിയർ. അടുത്ത വാക്ക് സുപ്പീരിയർ. സുപ്പീരിയർ 4ാമത്തെ മാർക്കാണ്. സുപ്പീരിയർ. അടുത്ത വാക്ക് ആന്റീരിയർ. അടുത്ത വാക്ക് പോസ്റ്റീരിയർ. അടുത്ത വാക്ക് എൽഡർ. അടുത്ത വാക്ക് പ്രിഫർ. വാക്കുകൾ പഠിച്ചേ. സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ, പ്രിഫർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയണം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർക്കുക? ടു ചേർക്കുക. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ടു ചേർക്കുക. നോക്കുക, അടുത്തത് നമ്മൾ മിലിറ്ററി ഓഫീസേഴ്സ് ആണ് നോക്കുന്നത്. മിലിറ്ററി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരല്ലേ? പട്ടാളക്കാരുടെ കളക്റ്റീവിനാണ് പഠിക്കുക. 5ാമത്തത് നോക്കുക, ആർമി ഓഫ് സോൾജിയേഴ്സ്. അതുപോലെ വരുന്ന വാക്കാണ് പ്ലട്ടൂൺ ഓഫ് സോൾജിയേഴ്സ്. ആർമി ഓഫ് സോൾജിയേഴ്സ്, പ്ലട്ടൂൺ ഓഫ് സോൾജിയേഴ്സ്. അടുത്ത വാക്കാണ് റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ്. പഠിച്ചേ. ആർമി ഓഫ് സോൾജിയേഴ്സ്, പ്ലട്ടൂൺ ഓഫ് സോൾജിയേഴ്സ്, റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സിന്റെ കളക്റ്റീവ് നോണാണ്. ആർമി, റെജിമെന്റ്, പ്ലട്ടൂണ് ഇതെല്ലാം സോൾജിയേഴ്സിന്റെ കളക്റ്റീവ് നൗണാണ്. നമുക്ക് അടുത്തതാണ് നമുക്ക് പാർട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പാർട്ട് ഓർമ്മിച്ച് വയ്ക്കുക. പാർട്ടി എന്ന് ഓർക്കുക. പാർട്ടി ഓഫ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവാണ്. പാർട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ ആരോടൊപ്പം പോകണം കുട്ടികളെ? ഫ്രണ്ട്സിനോടൊപ്പം പോകണം. പാർട്ടി ഓഫ് ഫ്രണ്ട്സ്. 6ാമത്തെ മാർക്ക്. പാർട്ടി ഓഫ് ഫ്രണ്ട്സിന്റെ കളക്റ്റീവാണ്. അതാണ് പാർട്ടി ഓഫ് ഫ്രണ്ട്സ് കേട്ടോ. പാർട്ടി ഓഫ് ഫ്രണ്ട്സ്. അടുത്ത നമുക്ക് ദാ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ് കുട്ടികളെ. ദാ എന്ന് പറയുന്ന ആർട്ടിക്കിള് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദാ ചേർത്ത് പറയാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതായിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ദാ ചേർത്തിട്ട് പറയാം. ഷിപ്പുകളുടെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. ട്രെയിനുകളുടെ പേരിന് മുന്നിൽ ദാ ചേർത്ത് പറയാം. ഓക്കെ, ബാങ്കുകളുടെ പേരിന് മുന്നിൽ ദാ ചേർത്ത് പറയാം.
നാച്ചുറൽ ട്രൂത്തുകളുടെ പേരിന് മുന്നിൽ ഇതാ ചേർത്ത് പറയാം. നാച്ചുറൽ ട്രൂത്തുകളുടെ പേരിന് മുന്നിൽ ഇതാ ചേർത്തിട്ട് പറയാം. ഓക്കെ, ന്യൂസ് പേപ്പറുകളുടെയും മാഗസീനുകളുടെയും പേരിന് മുന്നിൽ ഇതാ ചേർത്തിട്ട് പറയാം. റിവറുകളുടെ പേരിന് മുന്നിൽ ഇതാ ചേർക്കാം. കനാലുകളുടെ പേരിന് മുന്നിൽ ഇതാ ചേർത്തിട്ട് പറയാം. മൗണ്ടെയിൻ റേഞ്ചസ്, പർവ്വത നിരകളുടെ പേരിന് മുന്നിലും ഇതാ ചേർത്തിട്ട് പറയാം. മറക്കരുത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഗവൺമെന്റ് ആണ് നമുക്ക് കിടക്കുന്നത്. ഗവൺമെന്റ് പഠിച്ചേ. ഗവൺമെന്റ് നമുക്ക് അതുപോലെ വരുന്ന വാക്കാണ്. ഒന്ന് ഗവൺമെന്റ്, പിന്നെ അതേപോലെ ഫാമിലി, അതേപോലെ ക്ലബ്ബ്, അതേപോലെ ടീം, അതേപോലെ ജൂറി, അതേപോലെ എന്ത് ചെയ്യുന്നു, അതേപോലെ ജൂറി, ഇങ്ങനെയുള്ള വാക്കുകൾ. കമ്മിറ്റി, അടുത്ത വാക്കാണ് കമ്മിറ്റി, കമ്മീഷൻ, ഓഡിയൻസ്. വാക്കുകൾ പറഞ്ഞ ഗവൺമെന്റ്, ഫാമിലി, ക്ലബ്ബ്, ടീം, ജൂറി, കമ്മിറ്റി, കമ്മീഷൻ, അതേപോലെ ഓഡിയൻസ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഇറ്റ്സ്, ഈ വാക്കുകൾ വരുന്ന സെൻസിൽ ഇറ്റ്സ് ഉണ്ടാന്ന് നോക്കണം. ഇറ്റ്സ് ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ വെർബ് ആയിരിക്കും. ഇറ്റ്സ് ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്നത് സിംഗുലാർ. ഇനി ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ദയർ ഉണ്ടാന്ന് നോക്കണം. THEIR, ദയർ ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്ന വാക്ക് പ്ലൂറൽ വെർബ് ആയിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ദയർ ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്ന വാക്ക് പ്ലൂറൽ വെർബ് ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് ഇന്നാണ് കിടക്കുന്നുണ്ട്. ഇന്ന് എവിടെ ഉപയോഗിക്കും? ഒന്നിനുള്ളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കണം. ഒരു വസ്തുവിന് ഉള്ളിലിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കണം. ഓക്കെ, മാസങ്ങളുടെയും വർഷങ്ങളുടെയും സീസണുകളുടെയും പേരിന് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം. മാസം, വർഷം, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇന്ന് ഉപയോഗിച്ച് പറയാം. ഇനി ക്യാഷ് എന്ന വാക്കിന് മുന്നിൽ ഇന്ന് ഉപയോഗിച്ച് പറയണം. ക്യാഷ് എന്ന വാക്കിന് മുന്നിൽ ഇന്ന് ഉപയോഗിച്ച് പറയണം. അതുപോലെ ഒരു കെട്ടിടത്തിനുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കാം. ഒരു കെട്ടിടത്തിനുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിച്ചിട്ട് പറയാം. ഇനി നമ്മൾ അതിനകത്ത് നോക്കുന്നത് നമുക്ക് ഓഫ് ആണ്. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പോസിഷൻ ആണ്. ഒരു കാരണത്താൽ എന്ന അർത്ഥത്തിൽ ഓഫ് ഉപയോഗിക്കുന്നു. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ, ഒരു കാരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമുക്ക് എവിടെ ഉപയോഗിക്കാം കുട്ടികളെ? എന്ത് ചെയ്യും? ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ മുതൽ അം വരെ അങ്ങനെയാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ ആൻ ചേർക്കാം. അല്ല എങ്കിൽ, അങ്ങനെ അല്ല ഉച്ചരിക്കുന്നെങ്കിൽ എ ചേർത്ത് പറയാം. എ ബുക്ക്, എ ബാഗ്, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിൽ കിടന്ന എല്ലാ വാക്കുകളുടെയും റൂളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മെനി പറഞ്ഞു, സീനിയർ പറഞ്ഞു, മിലിറ്ററി ഓഫീസേഴ്സ് പറഞ്ഞു, എ പറഞ്ഞു, പാർട്ട് പറഞ്ഞു, ഇന്ന് പറഞ്ഞു, പിന്നെ റീപ്ലേസ്മെന്റിന് വേറെ വാക്കുകളൊന്നും ഇല്ല, ഒരു റൂളൊന്നുമില്ല. ഓഫ് പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഒരു ചോദ്യവും 10 മാർക്ക്.